ഓടിയാൽ 400 കിട്ടിയാൽ 20 കോടി. ഇത്തവണത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ വിൽപ്പന പൊടി പൊടിക്കുകയാണ്. 20 കോടി ഒന്നാം സമ്മാനമായ ക്രിസ്മസ് പുതുവത്സര ബമ്പർ ലോട്ടറിയുടെ ടിക്കറ്റ് വിൽപ്പനയാണ് ഇപ്പോൾ വൻ റെക്കോർഡിലേക്ക് നീങ്ങിയിരിക്കുന്നത്. നറുക്കെടുപ്പിന് ഇനി 13 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കവെയാണ് 400 രൂപയുടെ സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ക്രിസ്മസ് നവവത്സര ബമ്പർ ടിക്കറ്റ് റെക്കോർഡ് വിൽപ്പന പൊടി പൊടിക്കുന്നത്. വിതരണത്തിന് നൽകിയ 40 ലക്ഷം ടിക്കറ്റുകളിൽ 33,78,990 ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ വിറ്റുപോയെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ ടിക്കറ്റ് വിൽപ്പനയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഏകദേശം 11 ലക്ഷത്തോളം ടിക്കറ്റുകൾ ഇത്തവണ അധികമായിട്ട് വിറ്റുപോയിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ. ബമ്പർ ടിക്കറ്റ് വിൽപ്പനയിൽ നിലവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് 6,95,650 ടിക്കറ്റുകൾ വിറ്റഴിച്ചുകൊണ്ട് പാലക്കാട് ജില്ലയാണ്. 3,92,290 ടിക്കറ്റുകൾ വിറ്റുകൊണ്ട് തിരുവനന്തപുരം ജില്ല രണ്ടാം സ്ഥാനത്തുണ്ട്. വിൽപ്പനയിൽ മൂന്നാം സ്ഥാനത്ത് 3,60,280 ടിക്കറ്റുകൾ വിറ്റ് തൃശൂർ ജില്ലയും എത്തുന്നുണ്ട്. 400 രൂപ ടിക്കറ്റ് വിലയുള്ള ക്രിസ്മസ് പുതുവത്സര ബമ്പറിന്റെ ഒന്നാം സമ്മാനമാകട്ടെ 20 കോടി രൂപയാണ്. 20 പേർക്ക് 1 കോടി രൂപ വീതമാണ് രണ്ടാം സമ്മാനമായി നൽകുന്നത്. മൂന്നാം സമ്മാനം 10 ലക്ഷം വീതം ഓരോ പരമ്പരയ്ക്കും 3 വീതം ആകെ 30 പേർക്കും നൽകും. നാലാം സമ്മാനമായി 3 ലക്ഷം വീതം ഓരോ പരമ്പരയ്ക്കും 2 വീതം 20 പേർക്കും. അഞ്ചാം സമ്മാനം 2 ലക്ഷം രൂപ വീതം ഓരോ പരമ്പരകൾക്കും 2 വീതം 20 പേർക്കും നൽകുന്നുണ്ട്. വരുന്ന ഫെബ്രുവരി 5 ഉച്ചതിരിഞ്ഞ് 2 മണിക്കായിരിക്കും നറുക്കെടുപ്പ്. അതേസമയം 400 രൂപ ടിക്കറ്റിൽ ഇത്തവണത്തെ ഒന്നാം സമ്മാനം 20 കോടി രൂപയാണ്. രണ്ടാം സമ്മാനം 1 കോടി വീതം 20 പേർക്ക്. അങ്ങനെ 21 കോടിപതികൾ ഇത്തവണ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറിലുണ്ടാകും. ഇതിൽ 20 പേരെ കോടിപതിയാക്കുന്ന രണ്ടാം സമ്മാനമാണ് ലോട്ടറിയെ ആകർഷണമാക്കുന്നത്. 10 സീരീസിൽ നിന്ന് ഓരോരുത്തർക്കായി ഇത്തവണ 1 കോടി രൂപ വീതം നൽകും. സമ്മാനം 1 കോടി രൂപയാണെങ്കിലും സമ്മാനാർഹന് എത്ര രൂപ കയ്യിൽ കിട്ടും എന്നതാണ് ഇനി അറിയേണ്ടത്. അതായത് ഇതിൽ എത്രയാണ് നികുതി ബാധ്യതയെന്നും എത്ര രൂപ സമ്മാനാർഹന് കിട്ടുമെന്നതാണ് ചോദ്യം. ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 115BB പ്രകാരം 30% ലോട്ടറി തുകയ്ക്ക് ബാധകമായ നികുതി. ഇതോടൊപ്പം ലഭിക്കുന്ന സമ്മാനത്തുക അനുസരിച്ച് സർചാർജും ആദായ നികുതി വകുപ്പ് ഈടാക്കും. മൊത്ത വരുമാനത്തിന്റെ അളവ് അനുസരിച്ചാണ് സർചാർജ് ചുമത്തുന്നത്. 50 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് സർചാർജ് ഇല്ല. 50 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയാണ് വരുമാനമെങ്കിൽ നികുതി ബാധ്യതയുടെ 10% സർചാർജ് നൽകണം. 1 കോടി മുതൽ 2 കോടി വരെ വരുമാനമുള്ളവർക്ക് 15% സർചാർജ്. നികുതിയും സർചാർജും അടങ്ങിയ തുകയ്ക്ക് മുകളിൽ 4% എഡ്യൂക്കേഷണൽ സെസ്സും നൽകണം. സമ്മാനാർഹമായി ലോട്ടറി വിറ്റ ഏജന്റിനാകട്ടെ 10% ഏജൻസി കമ്മീഷനും ലഭിക്കും. ഈ തുക സമ്മാനത്തിൽ നിന്നായിരിക്കും കുറയ്ക്കുക. 10 ലക്ഷം രൂപ ഏജൻസി കമ്മീഷൻ കുറച്ച് ബാക്കി 90 ലക്ഷം രൂപയ്ക്കായിരിക്കും 30% സ്രോതസ്സിൽ നിന്നുള്ള നികുതി ഈടാക്കുന്നത്. ഈ ഇനത്തിൽ 27 ലക്ഷം രൂപ ആദായ നികുതി വകുപ്പിലേക്ക് എത്തും. ബാക്കിയുള്ളത് 63 ലക്ഷം രൂപയാണ്. ഈ തുകയാണ് ലോട്ടറി അടിച്ചയാൾക്ക് അർഹതയുള്ളത്. ലോട്ടറി തുക കൈപ്പറ്റിയ ശേഷമായിരിക്കും സർചാർജും അടയ്ക്കേണ്ടത്. സ്രോതസ്സിൽ നിന്നുള്ള നികുതി ലോട്ടറി വകുപ്പ് ഈടാക്കിയാണ് പണം അനുവദിക്കുക. എന്നാൽ സർചാർജ് തുക സമ്മാനാർഹൻ നേരിട്ട് അടയ്ക്കേണ്ടതുണ്ട്. സമ്മാനത്തുകയോടൊപ്പം ആകെ വരുമാനം കണക്കാക്കിയ തുകയ്ക്കാണ് സർചാർജ് നൽകേണ്ടത്. 50 ലക്ഷം മുതൽ 1 കോടി രൂപയ്ക്കുള്ളിൽ മൊത്ത വരുമാനം വരുമ്പോൾ 10% സർചാർജ്. നികുതി അടച്ച തുകയുടെ 10% സർചാർജ് അടയ്ക്കേണ്ടത്. 27 ലക്ഷം രൂപയുടെ 10% 2.70 ലക്ഷം രൂപ സർചാർജ് ഇനത്തിൽ പോകും. അടുത്തത് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ സെസ് ആണ്. TDS ഈടാക്കിയ തുകയുടെ 4% സെസ് നൽകേണ്ടത്. 1,18,000 രൂപ സെസ്സായി ഈടാക്കും. ഏജൻസി കമ്മീഷന് നികുതിയും സർചാർജും സെസ്സും കഴിച്ചാൽ 59,11,200 രൂപ ലോട്ടറി അടിച്ച വ്യക്തിക്ക് ലഭിക്കും. മറ്റ് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം 20 കോടി വീതമാണ്. ഒന്നാം സമ്മാനം നേടിയ ടിക്കറ്റിന്റെ അതേ 9 അക്കമുള്ള മറ്റ് സീരീസിലെ ടിക്കറ്റ് ഉടമകൾക്ക് 1 ലക്ഷം രൂപ സമാശ്വാസമായി സമ്മാനം ലഭിക്കും. 10 ലക്ഷം രൂപ വീതം 30 പേർക്കാണ് ഇത്തവണ മൂന്നാം സമ്മാനം. 3 ലക്ഷം രൂപ വീതമാണ് നാലാം സമ്മാനം. ആകെ 20 സമ്മാനാർക്ക്. നാലാം സമ്മാനം 20 പേർക്ക് 2 ലക്ഷം രൂപ വീതം നൽകും. ഓരോ സീരീസിൽ നിന്നും 2 വിജയികളെ നറുക്കെടുക്കും. ടിക്കറ്റിന്റെ അവസാന 4 അക്കങ്ങൾക്കാണ് 400 രൂപയും സമ്മാനമായി ലഭിക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.